Alhamdulillah, Alhamdulillahi Rabbil Alameen. Alhamdulillah, alladhi hadana li hada wa ma kunna linahtadiya lawla an hadana Allah. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأخش بها على غنمي ولي فيها مآرب أخرى قال ألقها يا موسى فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന, പ്രപഞ്ചമഖിലം സൃഷ്ടിക്കുകയും അതിനൊക്കെ വളരെ വ്യവസ്ഥാപിതമായി ചിട്ടയോടുകൂടെ നോക്കി നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധമായ വാക്യങ്ങൾ, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ ആയത്തുകൾ, അതൊക്കെ മനസ്സിലാക്കി അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി, ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന
ഈ അധ്വാന പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ സാമ്പത്തികവും ശാരീരികവും വൈജ്ഞാനികവും സാങ്കേതികവും ഒക്കെയായ എല്ലാവിധ പരിശ്രമങ്ങളും വലിയ പ്രതിഫലാർഹമായ കർമ്മമായി ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറത്ത് ത്വാഹ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. അതിലെ ആദ്യത്തെ 12 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ എടുത്തിരുന്നത്. ഈ സൂറത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ച് 4-ാമത്തെയോ 5-ാമത്തെയോ വർഷത്തിൽ അവതരിച്ചതാണ്. മക്കയിൽ ആ സമയത്ത് അതിശക്തമായ രൂപത്തിൽ മർദ്ദന പീഡനങ്ങളും കടുത്ത പരിഹാസങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസം പകർന്നുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് ത്വാഹ. ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് റസൂലിനെ നേർക്കുനേരെ അഭിസംബോധന ചെയ്യുകയാണ്. ത്വാഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ഷ. ഈ ഖുർആൻ താങ്കളെ പ്രയാസപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, താങ്കൾക്ക് ക്ലേശമുണ്ടാക്കുവാൻ വേണ്ടി അവതരിപ്പിച്ചതല്ല. ഇത് ലിമൻ യഖ്ഷ, ഭയഭക്തരായ ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഉണർത്തലാണ്. തദ്കീറത്തൻ, അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയണ്ടായി. എന്നിട്ട് പ്രവാചകനോട് അത് പറഞ്ഞതിന് ശേഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവുകയാണ്, നമ്മളെയൊക്കെ കൊണ്ടുപോവുകയാണ്. അഥവാ ഇത് താങ്കൾ മാത്രമല്ല ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. ഏതൊരു പ്രവാചകനും ഈ അള്ളാഹു നൽകുന്ന കാര്യങ്ങൾ വഹി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ പലതരത്തിൽപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കും. അത് സ്വന്തം സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ അകത്തു നിന്നുണ്ടാവും, മാത്രമല്ല പുറമേയുള്ള ആളുകളുടെ അടുത്തു നിന്നുണ്ടാവും. ഈ 2 തരത്തിൽപ്പെട്ട പ്രയാസങ്ങളും ഒരുപോലെ സഹിച്ച ഒരു പ്രവാചകൻ്റെ സംഭവം ഇതാ എന്ന് പറഞ്ഞ് മൂസാ നബിയുടെ സംഭവത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. വഹൽ അതാക ഹദീസു മൂസ ഇദ് റആ നാറൻ ഫഖാല ലി അഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദ. അങ്ങനെ മൂസാ നബിയുടെ കഥ പറയുമ്പോൾ അത് തുടങ്ങുന്നത്, മൂസാ നബിയെ സംബന്ധിച്ച് ഈ അധ്യായത്തിൽ, ഈ സൂറത്തിൽ പറയാൻ ആരംഭിക്കുന്നത് അദ്ദേഹം മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ വഴിയിൽ വെച്ചുണ്ടായ സംഭവമാണ്. അദ്ദേഹത്തിന് വഹി നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം ആ രാത്രിയിൽ മടങ്ങുന്ന സന്ദർഭത്തിൽ ഒരകലെ തീയാണെന്ന് സംശയിച്ച് അദ്ദേഹം അങ്ങോട്ട് പോയി നോക്കുന്നു. അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ ഉണ്ടായ സമയത്തെ സംബന്ധിച്ചാണ് ഫലമ്മ അതാഹ നൂദിയ യാ മൂസ. ആ മലയുടെ അടുത്ത് തൂർ പർവ്വതത്തിൻ്റെ അവിടെ ചെന്ന സന്ദർഭത്തിൽ തുവാ താഴ്വരയിൽ വെച്ച് അദ്ദേഹം ആ തീ കണ്ട സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുന്ന് മൂസാ നബിയെ വിളിക്കുകയാണ്. യാ മൂസ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക്. ഞാൻ നിൻ്റെ നാഥനാണ്, നിൻ്റെ ചെരുപ്പുകൾ, പാദരക്ഷകൾ അഴിച്ചു വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. തീർച്ചയായും നിശ്ചയമായും നീ ഉള്ളത് വിശുദ്ധമാക്കപ്പെട്ട തുവാ താഴ്വരയിലാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ വെച്ചത്. അതിനുശേഷം മൂസാ നബിയോടുള്ള അള്ളാഹുവിൻ്റെ ആ സംഭാഷണം, അദ്ദേഹവുമായുള്ള സംഭാഷണം തുടരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ അള്ളാഹു നേർക്കുനേരെ ഒരു പ്രവാചകനോട് നേർക്കുനേരെ സംസാരിക്കുകയാണ്. ആ സംസാരം മൂസാ നബിയുമായിട്ടാണ്. അതുകൊണ്ട് മൂസാ നബിയെ കലീമുള്ള എന്ന് പറയാറുണ്ട്. ഈ അധ്യായത്തിന് സൂറത്ത് അൽ കലീം എന്നുള്ള പേരുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. 13-ാമത്തെ ആയത്ത് മുതലാണ് നമുക്കിനി എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന ഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ. അതിൻ്റെ ആദ്യ ഭാഗമാണ്. അപ്പോൾ മൂസാ നബിയെ വിളിച്ച് പറഞ്ഞു, ഇതാ ഞാൻ നിൻ്റെ റബ്ബാണ്, ഇവിടെ നീ പാദരക്ഷകൾ അടിച്ചു വെക്കുക, നീ ഉള്ളത് വിശുദ്ധമായ താഴ്വരയിലാണ്. തുടർന്ന് പറയുകയാണ് വ അനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹ. 13-ാമത്തെ ആയത്താണ്. വ അന, അങ്ങനെ ഞാൻ
അള്ളാഹു പറയാണ്, ഞാൻ അഖ്തർതുക, ഇഖ്താറ എന്നുള്ള വാക്കുന്നാണ്, ഇഖ്തർതുക, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഇഖ്താറ, മുഖ്താർ നമ്മൾ പറയാറുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്നർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് മുഖ്താർ എന്ന് പറയും. ഇഖ്താറ, ഇഖ്തർതുക, ഞാൻ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, താങ്കളെ സെലക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നില്ല, പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം. അനഖ്തർതുക ഫസ്തമിഅ, അതിനാൽ ഇസ്തമിഅ ലിമാ യൂഹ, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് അർത്ഥം. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ്. പൂർണ്ണമായും നമ്മുടെ ശ്രദ്ധ അവിടെ കൊടുക്കുകയാണ്. അള്ളാഹു പറയാണ് ഫസ്തമിഅ, നീ പൂർണ്ണമായും ശ്രദ്ധിച്ച് കേൾക്കുക. ലിമാ യൂഹ, വഹി നൽകപ്പെടുന്ന കാര്യം. ഔഹ യൂഹി എന്ന് പറഞ്ഞാൽ വഹി നൽകുക, ബോധനം നൽകുക എന്നാണ്. നിനക്ക് നൽകപ്പെടുന്ന വഹി ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം എന്താ വഹി നൽകപ്പെടുന്ന? പ്രവാചകനായിട്ട് താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഈ ദിവ്യബോധനം അത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് പിന്നെ മറന്നു പോകാൻ പാടില്ല, അതിൽ തകരാറ് സംഭവിക്കരുത്. എന്താണ് പറയുന്നത് വളരെ സസൂക്ഷ്മം സശ്രദ്ധം ശ്രദ്ധിക്കണം. അനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ്സലാത ലിദിക്രി. അങ്ങനെ വഹി കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം ഇന്നനി അനല്ലാഹ്. അർത്ഥം നമുക്കൊക്കെ അറിയാം, നിശ്ചയമായും ഞാനാണ്. അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന. അർത്ഥം നമുക്കറിയാം, ഞാൻ അല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല, വേറെ ഒരു ദൈവവുമില്ല. ഫഅബ്ദുനി, അതിനാൽ അതുകൊണ്ട് തന്നെ ഫഅബ്ദുനി, നീ എനിക്ക് വഴിപ്പെടണം. ഫഅബ്ദുനി, ഇബാദത്ത് എന്ന് പറഞ്ഞ വാക്കിന് വിപുലമായ അർത്ഥങ്ങളുണ്ട്. ആരാധന അതിൽ വരുന്നുണ്ട്, അനുസരണം വരുന്നുണ്ട്, അടിമത്തമൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഫഅബ്ദുനി. അതുകൊണ്ട് നീ എനിക്കാണ് വഴിപ്പെടേണ്ടത്. ഫഅബ്ദുനി വഅഖിമിസ്സലാത ലിദിക്രി. പിന്നെ പറയുന്നത് നീ നമസ്കാരം നിലനിർത്തണം. അഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട്. ഇന്ന സാഅത ആതിയത്തുൻ, അടുത്ത പോയിന്റ് പറയുന്നു, ഇന്ന സാഅത, നിശ്ചയമായും അന്ത്യനാൾ അല്ലെങ്കിൽ ആ സമയം, അസാ, അത് ആതിയത്തുൻ, വരിക തന്നെ ചെയ്യും, വരുന്നതാണ്, സംഭവിക്കുന്നതാണ്. അകാദു ഉഖ്ഫീഹ, അഖ്ഫ യുഖ്ഫി എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി വെക്കുക എന്നാണ്. അകാദു എന്ന് പറഞ്ഞാൽ ഞാൻ ആവാറായിരിക്കുന്നു, ഞാൻ ഉഖ്ഫീഹ, ആ അന്ത്യനാളിൻ്റെ സമയമുണ്ടല്ലോ, ആ സമയം രഹസ്യമാക്കി വെക്കാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ലിതുജ്സ, പ്രതിഫലം നൽകപ്പെടാനാണ്. ജസാ, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. ലിതുജ്സ, പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയിട്ട്. കുല്ലു നഫ്സിൻ, എല്ലാ ആളുകൾക്കും. ബിമാ തസ്അ, ആ ഓരോ ആത്മാവും, ഓരോ ആളും, ഓരോ മനുഷ്യനും ബിമാ തസ്അ, എന്തൊക്കെയാണോ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. സഅ യസ്അ എന്ന് പറഞ്ഞാൽ ഓടുക എന്നർത്ഥമുണ്ട്, കഠിനമായിട്ട് അധ്വാനിക്കുന്നതിനൊക്കെ അർത്ഥമുണ്ട്. ബിമാ തസ്അ, ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ സമയം ഞാൻ ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്, രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. നിശ്ചയമായും അന്ത്യനാൾ വന്നെത്തും. ഇതാണ് ആദ്യം കൊടുക്കുന്ന വഹി. എന്താ പറഞ്ഞു നോക്ക്, വ അനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹ. മൂസാ നബിയോട് അള്ളാഹു പറയുകയാണ്, നേർക്കുനേര പറയുകയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് വഹി നൽകപ്പെടുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്തമിഅ ലിമാ യൂഹ. വഹിയിൽ ഒന്നാമത് പറയുന്ന പോയിന്റ് ഇതാണ്, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന. ഇതെല്ലാ പ്രവാചകന്മാർക്കും കൊടുക്കുന്ന ഒന്നാമത്തെ വഹിയ. എന്താ അത്? ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് 99% ആൾക്കാരും ദൈവവിശ്വാസികളാണ്. പക്ഷേ പല കോലത്തിലാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആരാണ് ദൈവമെന്ന്, ആരാണ് ഇലാഹ് എന്ന് വളരെ കൃത്യമായിട്ട് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി വെക്കണം. കുറേ ദൈവവിശ്വാസികളായിട്ട് കാര്യം, എല്ലാവരും വിശ്വാസികളല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്, അങ്ങനെയല്ല.
യഥാർത്ഥ വിശ്വാസം എന്താണ്? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. അത് നേർക്കുനേരെ അള്ളാഹു തന്നെ ഇങ്ങോട്ട് പറയാം. ചിലപ്പോൾ രണ്ടാമത്തേതായിട്ട് പറയും. വഹി നൽകപ്പെടുമ്പോൾ ജിബ്രീൽ മുഖാന്തരം നൽകപ്പെടുകയാണെങ്കിൽ ഉഅ്ബുദൂ റബ്ബക്കും, അല്ലേ, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ വഴിപ്പെടും. അങ്ങനെയല്ല ഇവിടെ പറയും. ഞാൻ അള്ളാഹുവിനെ നേർക്കുനേരെ പറയും, ഇന്നനി അനല്ലാ, നിശ്ചയമായും ഞാൻ അള്ളാഹുവാണ്, ലാ ഇലാഹ ഇല്ലാ അന. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയല്ലോ, ഇത് ലാ ഇലാഹ ഇല്ലാ അന, അള്ളാഹുവിനെ പറയാ, ഞാനല്ലാതെ വേറെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ, ഇലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയാണോ ചെന്ന് സമീപിക്കുന്നത്, ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സകലമാന പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ രക്ഷ തേടുന്ന ഒരു അസ്തിത്വം, നമ്മുടെ എല്ലാ പ്രതീക്ഷകളും കൊണ്ടുചെന്ന് അർപ്പിക്കാൻ പറ്റുന്ന ഒരിടം. നമ്മൾ പലതരത്തിൽപ്പെട്ട ഭയപ്പാടുകൾ, പ്രതിസന്ധികളൊക്കെ അനുഭവിക്കാറുണ്ട്. ആ പ്രതിസന്ധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി, ഇതിനൊക്കെ ഇലാഹ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ശക്തി ഞാൻ മാത്രമാണ്. പലരും പല ശക്തികളെ സമീപിക്കാറുണ്ട്, പല ശക്തികളെ അഭയം പ്രാപിക്കാറുണ്ട്, പല ശക്തികളുടെ സഹായം തേടാറുണ്ട്. അത് തിരുത്തുകയാണ് ഒന്നാമത്. ദൈവവിശ്വാസം ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ്, അതിനാണ് നമ്മൾ തൗഹീദ് എന്ന് പറയുക, ഏകദൈവ വിശ്വാസം. അത് തകരാറായാൽ, അതിൽ എന്തെങ്കിലും കലർപ്പ് ചേർന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ആദ്യം ശരിയാക്കുക അത് എല്ലാ പ്രവാചകന്മാരും വന്നിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് വഹി കൊടുക്കുകയാണ്, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. അത് പറയുമ്പോൾ അവിടെ ദൈവവിശ്വാസികളുണ്ട്. മൂസാ നബിയോട് നേർക്കുനേരെ പറയാണ്. ഇത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈജിപ്തിലുള്ള ആൾക്കാരും മദീനയിലുള്ള ആൾക്കാരും അവിടെയുള്ള ആൾക്കാരൊക്കെ വിശ്വാസികളാണ്. ഫിറോന്റെ കാലത്താണല്ലോ ഇത് വരുന്നത്. ഫിറോന്റെ കാലത്ത് ഒക്കെ ദൈവവിശ്വാസികളാണ്. സൂര്യദേവൻ അവിടുത്തെ പ്രധാനപ്പെട്ട ദേവൻ. ആ ദേവന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഫറോവൻ ആ രാജ്യം തന്നെ ഭരിക്കുന്നത്. എല്ലാവരും വിശ്വാസികളാണ്. പക്ഷെ ആ വിശ്വാസമല്ല വേണ്ടത്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. അത് സൃഷ്ടിയാവട്ടെ, ഈ പറഞ്ഞ സൂര്യനോ ചന്ദ്രനോ മറ്റേതെങ്കിലും നക്ഷത്രങ്ങളോ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ മഹാന്മാരാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതാണ്. അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല. അങ്ങനെയായാൽ ഫഅ്ബുദ്നി, നീ എനിക്കാണ് വഴിപ്പെടേണ്ടത്. വെറും ആരാധനകൾ അർപ്പിക്കുക മാത്രമല്ല, വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആരാധന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തൊട്ടടുത്ത് വരുന്നുണ്ട് വേറെ. അതുപോലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ആരാധനാ കർമ്മങ്ങളുണ്ട്. അത് മാത്രം ചെയ്താൽ മതി എന്നല്ല. കച്ചവടം നമ്മൾ വേറെ തന്നെയാണല്ലോ. പക്ഷേ അള്ളാഹു പറയുകയാണ്, കച്ചവടം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതനുസരിച്ചാണ്. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. വെറും ആരാധനയല്ല അർത്ഥം. മറിച്ച് എനിക്ക് വഴിപ്പെടുക, ഞാൻ എന്ത് വഴിയാണോ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത്, എന്ത് മാർഗദർശനമാണോ നൽകിയത്, അതനുസരിച്ച് ജീവിക്കുക. അതാണ് ഇബാദത്ത്. അപ്പോൾ നമസ്കാരത്തിൽ കൃത്യത പാലിക്കുക, അത് കൃത്യമായി നിർവഹിക്കുക എന്ന് മാത്രമല്ല, ഫഅ്ബുദ്നി, എനിക്ക് നിങ്ങൾ വഴിപ്പെടണം. പിന്നെ മൂസാ നബിയോടാണ് പറയുക, ഫഅ്ബുദ്നി, എനിക്ക് നീ വഴിപ്പെടണം. ഇതാണ്. പിന്നെ വഅഖിമിസ്സലാത ലിദിക്രി, അടുത്തത് ആ ഇബാദത്തിന്റെ തുടർച്ചയായിട്ട് പറയുക, അഖിമിസ്സലാത്ത്, നമസ്കാരം നിലനിർത്തി. ഇഖാമത്തു സ്വലാത്ത്, അഖിം, അഖാമ, യുഖീമു, അല്ലേ, നിലനിർത്തുക, സ്ഥാപിക്കുക. വീണുപോയ ഒരു കാര്യത്തെ നേരെയാക്കി നിർത്തുന്നതിന് അഖാമ എന്ന് പറയും. അഖിമിസ്സലാത്ത്, നമസ്കാരം നീ നിലനിർത്തണം, വ്യവസ്ഥാപിതമായിട്ട് ചിട്ടയോടുകൂടെ നിർവഹിക്കണം. വെറും പിന്നെ നീ സൊല്ലു എന്നൊന്നും പറ, സൊല്ലി എന്നൊന്നല്ല പറയുന്നത്. സൊല്ലി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അഖിമിസ്സലാത്ത്, നമസ്കാരത്തെ നിലനിർത്തുക, സ്ഥാപിക്കുക. അപ്പം അതിൻ്റെ ചൈതന്യത്തോടുകൂടെ, അതിൻ്റെ ചിട്ടയോടുകൂടെ, അതിൻ്റെ വ്യവസ്ഥയോടുകൂടെ നിലനിർത്തുക. അഖിമിസ്സലാത്ത. എന്തിനാ നമസ്കാരം? ലിദിക്രി. എന്തിനാ നമസ്കാരം? വെറുതെ എങ്ങനെ ചെയ്യാനല്ല. ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ. അഖിമിസ്സലാത്ത ലിദിക്രി. ദിക്രി എന്ന് പറഞ്ഞാൽ എന്നെ ഓർക്കാൻ എന്നാവാം. അതല്ല, നേരത്തെ ഉദ്കുറൂനി അദ്കുറുക്കും എന്നല്ലാഹു പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്മരിക്കുക, ഞാൻ നിങ്ങളെ സ്മരിക്കും. അള്ളാഹു പറയാ, നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അത് കുറുക്കും. അപ്പോൾ ആ ദിക്ർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, എൻ്റെ ദിക്ർ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്നാവാം, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്നാവാം, രണ്ടുമാവാം, കുഴപ്പമില്ല. അഖിമി സ്വലാത്ത ലിദിക്രി. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മളൊക്കെ നമസ്കരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇഷാ നമസ്കരിച്ച് വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇഷാ നമസ്കാരത്തിൽ എന്താ നമ്മൾ അള്ളാഹു നമുക്ക് ഓർമ്മ വന്നോ? നമസ്കാരം നമ്മൾ ഒരു ദിവസത്തിൽ 5 സമയത്താണ് നമുക്ക് നിർബന്ധമായത്. അന്നത്തെ എത്ര വക്താണെന്ന് അള്ളാഹു ആലം. അതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മുടെ അള്ളാഹു അങ്ങനെയാണ് പടച്ചിരിക്കുന്നത്. പലതരത്തിൽപ്പെട്ട ചിന്തകൾ വരും. ഭൗതികമായൊരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും പലതരത്തിൽപ്പെട്ട കാഴ്ചകളും ചിന്തകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നമ്മെ പിടികൂടും. അത് സ്വാഭാവികമായിട്ടും ദൈവത്തെ സംബന്ധിച്ച് വിസ്മൃതിയിലാക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ദൈവബോധം ഇല്ലായ്മ ചെയ്യാനുള്ള നല്ല ഇതുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാലോ ഇതിൻ്റെ കഥ. അതുകൊണ്ട് പറയാണ്, അത് നിലനിർത്താൻ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ഇബാദത്ത് നിശ്ചയിച്ചിരിക്കുകയാണ്. കൃത്യമായ ഒരു കർമ്മം നിശ്ചയിച്ച്, അതാണ് സ്വലാത്ത്. അത് 5 നേരം വളരെ വൃത്തിയിൽ ആ സമയത്തിന് നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ ലിദിക്രി, എന്നെ സംബന്ധിച്ചുള്ള സ്മരണയുണ്ടാവും. നിസ്കരിച്ചിട്ടും അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരണ അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞത്. നമസ്കരിച്ചിട്ടും ഇങ്ങനെ അള്ളാഹിനെ പറ്റി ഓർമ്മൊന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ അത്തരത്തിലുള്ള നമസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്നുണ്ട്. നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരായ ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന, ഒരു ചെറിയ ഉപകാരം പോലും മനുഷ്യന്മാർക്ക് കൊടുക്കാത്ത തരത്തിൽപ്പെട്ട നമസ്കാരക്കാർക്ക് നാശമെന്ന് അള്ളാഹു പറയുന്നുണ്ട് സൂറ അൽ മാഊനിൽ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹു എന്തിനാണ് നമസ്കാരം പറഞ്ഞതെന്ന് വെച്ചാൽ ലിദിക്രി, അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരണ നിലനിർത്താനാണ്. എന്നിട്ട് പറയുകയാണ് അഖിമി സ്വലാത്ത ലിദിക്രി ഇന്ന സാഅത ആതിയത്തുൻ. അടുത്ത പോയിന്റിലേക്ക് വരിക. വഹി നൽകുന്ന ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്, അല്ലേ? ലാ ഇലാഹ ഇല്ല അന. 2 ഫഅബ്ദുനി വ അഖിമി സ്വലാത്ത ലിദിക്രി. 2, 3 എന്നൊക്കെ എണ്ണാം നമുക്ക്. ഇനി പറയാം അടുത്ത് നോക്ക്, 4ാമത്തെ പോയിന്റ് ആയിട്ട് ഇന്ന സാഅത, വഹിയിലെ അടുത്ത പോയിന്റ് ഇന്ന സാഅത ആതിയത്തുൻ. അസ്സാ അന്ത്യനാൾ, പുനരുത്ഥാന നാൾ, അത് ആത്തിയ വരുന്നതാണ്, സംഭവിക്കുക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹ, കാദ യകാദു എന്ന് പറഞ്ഞാൽ ആവാറായി എന്നൊക്കെയാണ് അർത്ഥം. അകാദു ഞാൻ ആവാറായിരിക്കുന്നു, ഉഖ്ഫീഹ ഞാൻ അതിനെ ഗോപ്യമാക്കി രഹസ്യമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി വെക്കാൻ അതിന് സമയം എപ്പോഴാന്ന് അള്ളാഹു പരസ്യപ്പെടുത്തുകയില്ല, പറഞ്ഞിട്ടില്ല. ഇന്ന ഡേറ്റിനാണ്, ഇന്ന സമയത്താണ് വിചാരണ സംഭവിക്കുക എന്നൊന്നും പറയുന്നില്ല. അന്ത്യനാളുടെ ഡേറ്റേ പറയുന്നില്ല. അത് ഞാൻ ഗോപ്യമാക്കി വെക്കുക. എന്തിനാ രഹസ്യമാക്കി വെച്ചത്? യഥേഷ്ടം പ്രവർത്തിക്കട്ടെ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ ബോധത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ലിതുജ്സ, എല്ലാവർക്കും കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യന്മാർക്കും, വിശ്വാസികളോ അവിശ്വാസികളോ പല തരത്തിൽ പരലോകത്തെ നിഷേധിക്കുന്നവരോ വിശ്വസിക്കുന്നോ ഒക്കെ ഉണ്ടാവും. പല ജാതി പ്രവർത്തനങ്ങൾ ആൾക്കാർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾക്കും തുജ്സ, കൃത്യമായിട്ട് പ്രതിഫലം കൊടുക്കണം. ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഅയ എന്ന് പറഞ്ഞാൽ ഓടുക എന്നുള്ള അർത്ഥമുണ്ട്. കടുത്ത പരിശ്രമത്തിൽ ഏർപ്പെടുന്നതിനൊക്കെ പറയും സഅയ, നമ്മൾ പറയില്ല ഓട്ടത്തിന്. ബിമാ തസ്അ, അവരൊക്കെയും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നതിന് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4ാമത് പറയുന്ന പോയിന്റ് പരലോകവുമായി ബന്ധപ്പെട്ടാണ്. വഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തൗഹീദ് പറഞ്ഞു, അല്ലേ? അതുപോലെ ആഖിറത്ത് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടക്ക് ഇബാദത്തുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. എന്താ നോക്ക്, അവസാനം പറഞ്ഞത് പരലോകമാണ്. ആ പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ 2 പോയിന്റ് പറഞ്ഞു. ഒന്ന്, അതിൻ്റെ സമയം പറയൂല, അത് വെളിച്ചത്ത് പറയൂല, അത് കൃത്യമായിട്ട് പരസ്യപ്പെടുത്തുകയില്ല, അത് ഗോപ്യമാക്കി വെക്കുക ചെയ്യുക. എന്താ അത് പറയാത്തത്? ഇപ്പം നമ്മളോടൊന്ന് ആലോചിച്ച് നോക്കും, ഇന്ന ഡേറ്റിനാണ് നമ്മുടെ മരണം എന്നെങ്ങാനും നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത് പറയില്ല. ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ, എല്ലാവർക്കും സ്വതന്ത്രമായി കൊടുത്തിട്ട് ഇഷ്ടം പോലെ ചെയ്യട്ടെ അവർ.
ഇഷ്ടം പോലെ ചെയ്യട്ടെ, ആരോടും പറയുന്നില്ല മരണത്തിൻ്റെ ഡേറ്റ്. പക്ഷേ മരണത്തെ സംബന്ധിച്ച് ബോധമുള്ളവന് എപ്പോഴും അറിയാം ഏത് സമയത്ത് ഞാൻ പോകും, എനിക്ക് ഈ ക്ലാസ് മുഴുവനാക്കുന്ന യാതൊരു ഉറപ്പുമില്ല. മരണത്തെ സംബന്ധിച്ച് ബോധമുള്ളവൻ അങ്ങനെയാണ് പ്രവർത്തിക്കുക. അല്ലാത്തവന് വളരെ കൂത്തടി, ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിനെ സംബന്ധിച്ച് വിശ്വാസം എപ്പോഴും അത് സംഭവിക്കാം. അതാണ് അള്ളാഹു സാഅത്തിനെ സംബന്ധിച്ച് പലപ്പോഴും ഇവർ ചോദിക്കാറുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചിട്ടുണ്ട്, ബഹുദൈവ ആരാധകർ ഇന്നും പിന്നെ ചില യുക്തിവാദികൾ, നിരീശ്വരവാദികൾ അതൊക്കെ എന്നാണ് വരിക, എപ്പോഴാണെന്ന് ചോദിക്കും. അതിനൊക്കെ അള്ളാഹു പല കോലത്തും മറുപടി കൊടുത്തിട്ടുണ്ട്. ലഅല്ല സാഅത്ത് തകൂനു ഖരീബ, അടുത്ത് തന്നെ സംഭവിക്കാം എന്ന് മറുപടിയുണ്ട്. അടുത്ത് തന്നെ സംഭവിക്കാമെന്നാ എന്നുവെച്ചാൽ എപ്പോഴും നടക്കാവുന്ന പോലെയാണ് നമ്മളത് കാണേണ്ടത്. പക്ഷേ എന്തിനാണെന്നറിയോ ഇങ്ങനെ സംഭവിപ്പിക്കുന്നത്? ഇത് തീർന്നാൽ പോരാ, എങ്ങനെ പോരാ, ഒരു പുനരുത്ഥാനം ഉണ്ടാവണം. അതെന്തിനാന്ന് വെച്ചാൽ ലിതുജ്സാ കുല്ലു നഫ്സിൻ, നല്ല പ്രതിഫലം കൊടുക്കണം ഓരോരുത്തർക്ക്. കാരണം ആളുകളുടെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ഈ ദുനിയാവിൽ ഏറെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്, വലിയ നന്മ ചെയ്തിട്ട്, നന്മ മരങ്ങളുണ്ട് കുറേ, എല്ലാവർക്കും നന്മകൾ അവർ ചെയ്യുക. ഇവിടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് തീർക്കാൻ കഴിയില്ല. വേറെ ചില ആളുകളുടെ മഹാദുൽമ്, നിരന്തരമായ അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ, കൊള്ളകൾ, എത്ര ആളുകളെ കണ്ണീര് കുടിപ്പിച്ചത്. അവർക്ക് ശിക്ഷ അവർക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എന്തായിരിക്കും? കൊടുക്കാൻ കഴിയില്ല അവർക്ക്. അതുകൊണ്ട് ഇപ്പറഞ്ഞതിനൊക്കെ കൃത്യമായ നീതിയിലധിഷ്ഠിതമായ പ്രതിഫല ദാനം നൽകുന്നത്, വിതരണം നടത്തുന്നത് അത് പരലോകത്താണ്. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. എന്നിട്ട് ഇതാണ് വഹീൻ്റെ ഒന്നാമത്തെ ഭാഗം. എന്നിട്ട് ഒരു കാര്യം കൂടി താക്കീത് പോലെ പറഞ്ഞു, ഫലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. അതുകൊണ്ട് അതിനാൽ ലാ യസുദ്ദന്നക അൻഹ, സ്വദ്ദ എന്ന് പറഞ്ഞാൽ തടയുക എന്നർത്ഥം. ലാ യസുദ്ദന്നക, താങ്കളെ തടയാതിരിക്കട്ടെ. പ്രവാചകൻ മൂസായോട് പറയാണ് അള്ളാഹു, ലാ യസുദ്ദന്നക, താങ്കളെ തടയാതിരിക്കട്ടെ. അൻഹ, അൻഹ എന്ന് പറഞ്ഞാൽ ഈ അന്ത്യനാളിൻ്റെ വിശ്വാസത്തിൽ നിന്ന് എന്നാവാം, അതല്ല അനിസ്വലാത്ത്, നേരത്തെ പറഞ്ഞ സ്വലാത്ത് ഉണ്ടല്ലോ, ആ നമസ്കാരത്തിലേക്കുമാവാം എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. രണ്ടാണെങ്കിലും നോക്ക്, അതിൽ നിന്നും താങ്കളെ തടയാതിരിക്കട്ടെ. ആരാ തടയാൻ സാധ്യതയുള്ള ആരാണ്? മൻ ലാ യുഅ്മിനു ബിഹാ, ഒന്ന് ഇതിൽ വിശ്വാസമില്ലാത്ത ആൾ, ലാ യുഅ്മിനു ബിഹാ. രണ്ട് വത്തബഅ ഹവാഹു, തൻ്റെ ദേഹേച്ഛകളെ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ പിൻപറ്റുകയും ചെയ്തവർ താങ്കളെ തടയാതിരിക്കട്ടെ. നോക്കുന്നൂടെ, ഫലാ യസുദ്ദന്നക അൻഹ, താങ്കളെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ നിന്ന് എന്നാവാം, അതല്ലെങ്കിൽ നമസ്കാരത്തിൽ നിന്ന് എന്നാവാം. ആരാ തടയാൻ സാധ്യതയുള്ളത്? ഇന്ന ആൾ തടയാതിരിക്കട്ടെ. ആരാ തടയുന്നത്? മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു, ഇതിൽ വിശ്വസിക്കാത്ത, ഈ അന്ത്യനാളിൽ വിശ്വസിക്കാതിരിക്കുകയും, വത്തബഅ ഹവാഹു, തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ദേഹേച്ഛകൾക്കനുസരിച്ച് അതിനെ പിൻപറ്റി ജീവിക്കുകയും ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവർ താങ്കളെ ഈ വിശ്വാസത്തിൽ നിന്നും തടയാതിരിക്കട്ടെ. ഫതർദ, അങ്ങനെ അവർ താങ്കളെ തടഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ തർദ, റദിയ എന്നുള്ള വാക്കുന്നാണ്. തറദ്ദ എന്നുള്ള വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തറദ്ദ, നശിക്കുക എന്നർത്ഥം. ഫതർദ, അങ്ങനെ നീ നശിച്ചു പോവും. എങ്ങനെ നശിച്ചു പോവുക? പരലോക വിശ്വാസത്തിൽ നിന്ന് നിന്നെ ആളുകൾ തടഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നീ മാറിക്കഴിഞ്ഞാൽ പിന്നെ നീയും നശിക്കും. നമസ്കാരത്തിൽ നിന്ന് നിന്നെ ആളുകൾ തടഞ്ഞാൽ നീയും നശിക്കും. രണ്ടുമാവാം. എന്താ നോക്ക്, വഹി ഇങ്ങനെ കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞു ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, അർത്ഥം അറിയാം. ഫഅ്ബുദ്നി വ അഖിമിസ് സ്വലാത ലിദിക്രി, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വിശ്വാസമാണ്, രണ്ട് കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വഴിപ്പെടണം എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് പരലോക വിശ്വാസമാണ്, അത് വളരെ പ്രധാനമാണ്. ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹ, പരലോകം, അന്ത്യനാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും, പക്ഷെ ഞാനത് വെളിപ്പെടുത്തുന്നില്ല, അതിനെ മറച്ചു പിടിക്കുകയാണ്. എന്തിനാത്? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഓരോ മനുഷ്യനും ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാണ് ഫലാ യസുദ്ദന്നക അൻഹ, ഇതിൽ നിന്ന് താങ്കളെ തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കണം, നമ്മളോടായി പറയുന്നത്. ഫലാ യസുദ്ദന്നക അൻഹ, ഈ വിശ്വാസത്തിൽ നിന്ന്, അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമാണ് താങ്കളെ തെറ്റിക്കാതിരിക്കട്ടെ, തടയാതിരിക്കട്ടെ. ആരാ തടയുക?
മല്ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു. ഇതിൽ വിശ്വസിക്കാത്ത കുറേ ആൾക്കാർ എന്ത് പരലോകടോ, വെറുതെ ഇങ്ങനെയൊക്കെ ജീവിതം അടിച്ചു പൊളിക്കാന്നല്ലാതെ ഇതൊക്കെ അങ്ങനെ പരലോകം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ പിന്നാലെ കൂടും. വത്തബഅ ഹവാഹു, അവർക്ക് എപ്പോഴും താല്പര്യം എന്തായിരിക്കും എന്നറിയോ? ശരീരത്തിന് പല ജാതി ആഗ്രഹങ്ങൾ ഉണ്ടാവും. എനിക്ക് ഇന്നത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, ഇന്നത് കാണാൻ ആഗ്രഹം ഉണ്ടാവും, പലതും ആസ്വദിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ എന്താ പിടിച്ചു നിർത്താനുള്ള കാരണം? പടച്ച റബ്ബിൻ്റെ അടുത്ത് മറുപടി വരും അല്ലേ? പരലോക വിശ്വാസം ഇല്ലാത്തവനെന്താ? ഇത്തബഅ ഹവാഹു, അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ, അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾ എന്താണോ, ദേഹേച്ഛകൾ എന്താണോ, അതിനവൻ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും അത് തന്നെയാണ് നല്ലതെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഒരു സഹോദരി പ്രത്യേകം ആവശ്യപ്പെട്ടു, അവരുടെ മകനെ വളരെ നല്ല രൂപത്തിൽ അവർ വളർത്തിയത്, ഇസ്ലാമികമായ അധ്യാപനങ്ങളൊക്കെ നൽകി നല്ല രൂപത്തിൽ വളർത്തി, നല്ല കുട്ടിയായിരുന്നു. പക്ഷെ അവന് നല്ല സാമ്പത്തിക ശേഷിയൊക്കെ വന്നപ്പോൾ, നല്ല ജോലിയും നല്ല കാര്യങ്ങളും സാമ്പത്തികമായിട്ട് നന്ന ഉയർന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ആ കുട്ടി അകന്നുപോയി. അവനെ ഈ സത്യവഴിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഹോദരി ആവശ്യപ്പെടുകയുണ്ടായി. അത് ആലോചിച്ച് നോക്കൂ, ആർക്കും സാധ്യതയുള്ളതാ. നമുക്ക് സുഖ സൗകര്യങ്ങളൊക്കെ കൂടുമ്പോണ്ടല്ലോ മറ്റത് മറന്നുപോകും. ഏത്? പരലോകവും മരണവും വിചാരണയും ഒക്കെ മറന്നുപോകും. നമസ്കാരവും മറന്നുപോകും. അതിവിടെ പറയാ, ഫലാ യസുദ്ദന്നക അൻഹാ, ഈ വിശ്വാസത്തിൽ നിന്നും താങ്കളെ തടയാതിരിക്കട്ടെ. ഏത്? മല്ലാ യുഅ്മിനു ബിഹാ, ആരാ തടയാ സാധ്യതയുള്ളത്? ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു, ഇതിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഹവയെ തങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്ത ആളുകൾ താങ്കളെ തടയാതിരിക്കട്ടെ. അങ്ങനെ ചെയ്താൽ, താങ്കളെങ്ങാനും അതിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, തടഞ്ഞാൽ, എന്നുവെച്ചാൽ പരലോക വിശ്വാസം താങ്കൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, തർദ, നശിച്ചു പോവും. നശിച്ചത് തന്നെയെന്നാ. അപ്പം നമ്മെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ്. ശരിക്കും ആലോചിച്ചു. അപ്പം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോയി. അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമസ്കാരവും അതുപോലെ ഈ പറഞ്ഞ ഖുർആൻ്റെ പഠനവും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചു തന്നത്. നോക്ക്, ഫതർദ. ഇനി നോക്ക്, അത് പറഞ്ഞതിന് ശേഷം പിന്നെ മൂസാ നബിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് അള്ളാഹു. അപ്പോൾ വഹി കൊടുത്ത 4 കാര്യങ്ങളാണ് അല്ലേ? ലാ ഇലാഹ ഇല്ലാ അന, പിന്നെ ഫഅ്ബുദുനി വ അഖിമി സ്വലാത്ത ലിദിക്രി, അതുപോലെ ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫിയ. ഇനി പറയുന്നത് വമാ തിൽക ബിയമീനിക യാ മൂസ, ചോദിക്കുകയാണ് മൂസാ നബിയോട്. അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു മൂസാ നബിയോട് ചോദിക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല. നോക്ക്, വമാ തിൽക ബിയമീനിക യാ മൂസ, അർത്ഥം നമുക്ക് അറിയുന്നതാണ്. യമീൻ എന്ന് പറഞ്ഞാൽ വലതാണ്, മാ എന്ന് പറഞ്ഞാൽ എന്താണ്. വമാ തിൽക, അതെന്താ? തിൽക, അതെന്താണ്? യാ മൂസ ബിയമീനിക യാ മൂസ, നിന്റെ വലത് കയ്യിലുള്ളത് മൂസ. ഹേ മൂസ, നിന്റെ വലത് കയ്യിൽ എന്താ ഉള്ളത്? നിന്റെ ആ കയ്യിൽ എന്താ ഉള്ളത്? ഇതാ ചോദ്യം. വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസാ നബിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നത് മദിയനിൽ നിന്നാണ്. മദിയനിൽ അദ്ദേഹം 8 വർഷം എന്തായാലും കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് നേരത്തെ അദ്ദേഹം ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയായിട്ട് ഉണ്ടാക്കിയ ഒരു കരാർ 8 വർഷം മിനിമമാണ് അവിടെ. അത് ചിലപ്പോൾ 10 ആയിട്ടുണ്ടെന്നൊക്കെ ചില ആളുകൾ മുഫസ്സിറുകൾ പറയുന്നു. ഏതായാലും 8-10 വർഷം അദ്ദേഹം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ആട് മേയ്ക്കുക, ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ കഴിയുക. അത് നേരത്തെ ഉണ്ടാക്കിയവർ തമ്മിലൊരു കോൺട്രാക്റ്റാണത്. ആട് മേയ്ക്കുക. ആട് മേയ്ക്കുന്ന ആട്ടിടയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു കൂടപ്പിറപ്പായിട്ട് വടിയുണ്ടാവും. അങ്ങനെ ഈ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആടുകളും ഉണ്ടായിരുന്നു, കുറച്ച് ഇദ്ദേഹത്തിന് കിട്ടിയ ആടുകളും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അല്ലാഹു ആലം. ഏതായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വടിയുണ്ട്. ചോദിക്കുകയാണ് അല്ലാഹു, വമാ തിൽക ബിയമീനിക യാ മൂസ, ഹേ മൂസ, എന്താണ് നിന്റെ കയ്യിൽ, വലത് കയ്യിലുള്ളത്? മൂസാ നബി മറുപടി പറയാണ്. അള്ളാഹുമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. പ്രപഞ്ചനാഥനുമായിട്ട് ഒരു മനുഷ്യൻ നേർക്കുനേരെ സംഭാഷണം നടത്തുക. നമ്മൾ പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അള്ളാഹു തിരിച്ചിങ്ങനെ പറയൊന്നുമില്ല. നമ്മൾ പലതും പടച്ചോനെ യാ അള്ളാ യാ റബ്ബി എന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹു മറുപടി ഇങ്ങനെ നേർക്കുനേരെ പറയാറില്ലല്ലോ. പക്ഷെ ഇവിടെ സംഭാഷണമാണ്. ഇന്ന് നോക്ക്, അദ്ദേഹം പറയാണ്, എന്താണ് നിന്റെ കയ്യിലുള്ളതെന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഖാല ഹിയ അസ്വായ. ഒന്നാമത്തെ മറുപടി ഇതാണ്. അത് അസ്വാ എന്ന് പറഞ്ഞാൽ വടിയാണ്. അസ്വായ, അത് എൻ്റെ വടിയാണ്, എൻ്റെ വടിയാണ്. അതവക്കഉ അലൈഹ വ അഖുശു ബിഹാ അലാ ഗനമി വലിയ ഫിഹ മആരിബു ഉഖ്റ. അതെന്താന്ന് വെച്ചാൽ അതെൻ്റെ വടിയാന്ന് പറഞ്ഞ് നിർത്താലോ. പക്ഷെ അദ്ദേഹം അവിടെ നിർത്തുന്നില്ല, കുറച്ചുകൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ വടി അതവക്കഉ അലൈഹ. അതവക്കഉ വക്ക എന്ന് പറഞ്ഞാൽ ഊന്നുക എന്നാണ് അർത്ഥം.
അതവക്കഉ അലൈഹ, ഞാൻ അതിൽ ഊന്നി നടക്കുന്നു. ചില ഒറ്റ വയസ്സായിട്ട് ഊന്നി നടക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, വെറുതെ പോകുന്ന സമയത്ത് ഞാനത് ഒരു താങ്ങായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതവക്കഉ അലൈഹ, അല്ല അങ്ങേറ്റത്തെ പ്രായത്തിട്ട് വയസ്സന്മാർ കൊണ്ടു നടക്കുന്ന വടി പോലെ എന്നുള്ള അർത്ഥത്തില്ല. അതവക്കഉ അലൈഹ, ഞാൻ അതിൽ ഊന്നാറുണ്ട്. മാത്രമല്ല വ അഹുഷു ബിഹ അല ഗനമി, എടാ ഗനം എന്ന് പറഞ്ഞാൽ ആടാണ്. അല ഗനമി, എൻ്റെ ആടുകൾക്ക് ഞാൻ അഹുഷു ബിഹ, അഹുഷു എന്ന് പറഞ്ഞാൽ ഇത് പൊഴിച്ചു കൊടുക്കുകയാണ്, ഇലകൾ പൊഴിച്ചു കൊടുക്കുക, ഇതിനാണ് അഹുഷു എന്ന് പറയാം. വ അഹുഷു ബിഹ അല ഗനമി, അതുപയോഗിച്ചുകൊണ്ട്, ഈ വടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ആടുകൾക്ക്, എൻ്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കാറുണ്ട്. ഒരു തോട്ടിയായിട്ട് ഇങ്ങനെ ഇതൊക്കെ പറിച്ചു കൊടുക്കാൻ വേണ്ടി, ഇല പറിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വ അഹുഷു ബിഹ അല ഗനമി വലിയ ഫിഹ മആരിബു ഉഖ്റ, രണ്ടെണ്ണം പറഞ്ഞു. പിന്നെ പറയാണ് അദ്ദേഹം വലിയ ഫിഹ, എനിക്കതിലുണ്ട് മആരിബു ഉഖ്റ. മആരിബ് എന്ന് പറഞ്ഞാൽ മനാഫി ആവാം, വേറെ യൂസസ്, പലതരത്തിൽപ്പെട്ട പ്രയോജനങ്ങൾ വേറെയുമുണ്ട്, ഉപയോഗങ്ങൾ വേറെയുമുണ്ട്. ഉഖ്റ വേറെയും ചില ഉപയോഗങ്ങൾ എനിക്ക് അതുകൊണ്ടുണ്ട്. ഒരു വടി കൊണ്ട് പല ജാതി ഉപയോഗങ്ങളുണ്ടാവും. ഞാൻ പോകുന്ന സമയത്ത് അത് കുത്തിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വടി കൊണ്ട് ഇത് പൊഴിച്ച് ഇളപൊഴി, അതൊന്നും അള്ളാഹു ചോദിച്ചിട്ടില്ല. അതിൻ്റെ യൂസ് എന്താണെന്നും ചോദിച്ചിട്ടില്ല. അള്ളാഹു ഒറ്റ എന്താ എൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചത്. വമാത്തിൽ കബി യമീനിക യാ മൂസ. പക്ഷേ മൂസാ നബി കുറച്ച് വിശദമായിട്ട് പറയാം. ആ വിശദമായി പറയുന്നത് എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഇപ്പം ആരോടാ സംസാരിക്കുക വെച്ചാൽ പ്രപഞ്ചനാഥനോട് നേർക്ക് നേരെ ഒരു മനുഷ്യൻ സംസാരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ, നമ്മൾ കാണാത്ത ഒരു മനുഷ്യനും ഇതുവരെ ഇപ്പം നമ്മുടെ എല്ലാ തരത്തിൽപ്പെട്ട സംവിധാനങ്ങളും മാധ്യമങ്ങളും നമ്മുടെ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോക്കിക്കാണാൻ, അറ്റം കാണാൻ കഴിയാത്ത പ്രപഞ്ചം, അതിരുകൾ ഇടാൻ പറ്റിയിട്ടില്ല. ആ അതിരുകളില്ലാത്ത പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് മുഴുവൻ ലോകങ്ങളെയും ചരാചരങ്ങളെയും അവരുടെ ജീവൻ ആരുടെ കയ്യിൽ, ആ റബ്ബ് നേർക്ക് നേരെ സംവദിക്കുകയാണ്. ചോദിച്ചപ്പോൾ മൂസാ നബിക്ക് ഭയങ്കരമായ സന്തോഷം. അത് ആ സന്തോഷത്തിൽ സ്വാഭാവികമാണ്, നമുക്കിഷ്ടപ്പെട്ട ഒരാൾ, നമ്മളേറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മോട് ചോദിക്കാൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ദീർഘനേരം സംസാരിക്കാൻ ആഗ്രഹിക്കും. ഇഷ്ടപ്പെടുന്ന പലരോടും അങ്ങനെയാണ്, ദീർഘനേരം സംസാരിക്കാൻ ആഗ്രഹിക്കും. മൂസാ നബി അതിൻ്റെ പേരിലാണ് ഇത്ര ദീർഘിച്ച് സംസാരിച്ചതെന്ന് പറയുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, ഹിയ അസ്വായ, അതെൻ്റെ വടിയാണ്. അതവക്കഉ അലൈഹ, ഞാൻ അതിൽ ഊന്നി നടക്കുന്നു. വ അഖുഷു ബിഹ അല ഗനമി, അതുപയോഗിച്ചുകൊണ്ട് എൻ്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ഫിഹ മആരിബു ഉഖ്റ, ഇതല്ലാത്ത വേറെയും ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ അതിലെനിക്കുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു ഈ കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് ചോദിച്ചൊന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് അള്ളാഹുവിന് അറിയില്ല. പ്രപഞ്ചനാഥനല്ലേ അള്ളാഹു. എന്താ എൻ്റെ കയ്യിലുള്ളത് നമ്മൾ കുട്ടികളോട് ചോദിക്കും പോലെയല്ല, മറിച്ച് ഇതൊരു ധരിപ്പിക്കലാണ്. നിൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അറിയാലോ എന്നുള്ള ധാരണ കൊടുക്കുകയാണ്. മൂസാ നബിക്ക് ഓർപ്പിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് മൂസ, ഓക്കെ എന്നിട്ട് പറയാണ്. മൂസാ നബിയോട് അള്ളാഹു പറയുന്നു, ഖാല അൽഖിഹ യാ മൂസ, 19-ാമത്തെ ആയത്ത്. ഖാല, അദ്ദേഹം അള്ളാഹു പറഞ്ഞു, അൽഖിഹ, അൽഖാ യുൽഖി എന്ന് പറഞ്ഞാൽ ഇടുക എന്നർത്ഥം. അൽഖിഹ എന്ന് പറഞ്ഞാൽ അൽഖി അസ്വാഖ്, നിൻ്റെ ആ വടി ഇടുക. യാ മൂസ, ഹേ മൂസ, നിൻ്റെ ആ വടി അങ്ങോട്ട് നിലത്തിട്. വടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ നമ്മളൊക്കെ പലപ്പോഴും വടി ഉപയോഗിക്കാറുണ്ടല്ലോ. ചിലപ്പോൾ ചൂരലായിരിക്കും, നല്ല അല്ലേ, കുറച്ച് നിൽക്കുന്ന ഉണങ്ങിയ നല്ല മരക്കമ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് യാതൊരു തരത്തിൽപ്പെട്ട ജീവനില്ലാത്ത അംശമില്ലാത്ത ഒരു സാധനമാണ്. സ്വാഭാവികമായിട്ടും എന്താ വടി എന്ന് മൂസാ നബി അതിൽ ഇടാൻ പറഞ്ഞു. അൽഖിഹ, അള്ളാഹു മഹത്തരമായ ദൃഷ്ടാന്തം ഇവിടെ കൊടുക്കുകയാണ്, ആയത്ത് കൊടുക്കുകയാണ്. അൽഖിഹ യാ മൂസ, മൂസ അത് നിലത്തിടുക. ഫ അൽഖാഹ, അള്ളാഹു പറഞ്ഞപ്പോൾ മൂസാ നബി അൽഖാഹ, അതിനെ ഇട്ടു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, ഫഇദാ ഹിയ, അപ്പോഴേക്കും അതാ അത് ഹയ്യത്തുൻ, ഒരു സർപ്പമായി, ഒരു പാമ്പായിട്ട് മാറി. തസ്ആ, നേരത്തെ വന്നിട്ട് തസ്ആ അല്ലേ, കുല്ലു നഫ്സിൻ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ആ വാക്ക് തന്നെ ഇവിടെ തസ്ആ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞ പ്രയത്നിക്കുക എന്നാണ്. ഇവിടെ ഈ പാമ്പിനോട് ബന്ധിപ്പിച്ചിട്ട് ഹയ്യത്തുൻ തസ്ആ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പുളയുന്ന, ഇളകിക്കളിക്കുന്ന, ഓടുന്ന, ഇഴയുന്ന എന്നൊക്കെ പറയാം. തസ്ആ, സഈന് ഓട്ടം എന്നുള്ള അർത്ഥമുണ്ട്. ബിമാ തസ്ആ, ഇഴയുന്ന, വലിയ ദ്രുതഗതിയിൽ ഇഴയുന്ന, ചലിക്കുന്ന ഒരു പാമ്പായിട്ട്, സർപ്പമായിട്ട് അത് മാറി. ഫഅൽഖാഹ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. ഇതെപ്പോഴാ സംഭവം നമ്മൾ ഓർക്കണേ. കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ, നല്ല തണുപ്പേറിയ ഒരു രാത്രിയിൽ, വഴി തെറ്റിപ്പോയോ എന്ന് സംശയിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അവിടെ ഒരു ചെറിയ തീ പോലെ കാണുന്നുണ്ട്, നോക്കി വരാം
എന്ന് പറഞ്ഞിട്ട് പോയതാ മൂസാ നബി. അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഇത് സാധാരണ തീയല്ല, അത് അള്ളാഹു അവിടെ പരിചയപ്പെടുത്തി, ഞാൻ അള്ളാഹു ആണ്, നിന്റെ നാഥനാണ് ഞാൻ, നീ ഉള്ളത് മുഖദ്ദസി തുവ താഴ്വരയിലാണ്, പരിശുദ്ധമാക്കപ്പെട്ട തുവ താഴ്വരയിലാണ്, നിന്റെ ചെരുപ്പുകളൊക്കെ അഴിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വഹിയൊക്കെ കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ വടി കണ്ടിടാൻ പറഞ്ഞതാണ്. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അത് നന്നായിട്ട് ചലിക്കുന്ന, നന്നായിട്ട് ഇഴയുന്ന ഒരു സർപ്പമായിട്ട് മാറി. ഇത് വേറെ സൂറത്തിൽ അള്ളാഹു പറയുന്നു, സൂറത്തുൻ നംലിൽ പറയുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ടപ്പോൾ മൂസാ നബി പാമ്പായി എന്ന് കണ്ട ഉടനെ അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ പിന്നോട്ട് ഓടിയതാണ്. തവല്ല വലം യുഅഖിബ്, പിന്തിരിഞ്ഞു നോക്കാതെ ഓടിക്കളഞ്ഞു. അള്ളാഹു വിളിക്കുന്നുണ്ട് അദ്ദേഹം. നോക്ക്, അവിടെ പറയാണ് ഫഅൽഖാഹ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. അവിടെ ആ പേടിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നില്ല, അതൊരു പാമ്പായി മാറി. ഖാല, അള്ളാഹു പറഞ്ഞു ഖുദ്ഹ, എടുക്കുക, അത് വീണ്ടും അതിനെ പിടിക്കുക. വല തഖഫ്, പേടിക്കണ്ട. ആദ്യം വടിയിടാൻ പറഞ്ഞാൽ പേടിയൊന്നുമില്ല, വടിയല്ലേ, നിലത്തേക്ക് ഇടില്ലേ, പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് പാമ്പായി മാറിയല്ലോ, പാമ്പിനെ എടുക്കുക എന്നാണ് പറയുന്നത്. ഖുദ്ഹ, എടുക്കുമ്പോൾ അത് പാമ്പ് എടുത്തു കഴിഞ്ഞാലേ വടിയാവുള്ളൂ. ഖുദ്ഹ, നീ അത് എടുക്കുക. ലാ തഖഫ്, ഭയപ്പെടരുത്, പേടിക്കരുത്. മനക്കരുത്ത് ഉണ്ടാക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആളുകൾ പലതരത്തിൽപ്പെട്ട പരിപാടികൾക്ക് അല്ലെങ്കിൽ പലതരത്തിൽപ്പെട്ട പിന്നെ സംരംഭങ്ങൾക്കൊക്കെ സന്നദ്ധരാക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്, കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വലിയൊരു കോൺഫിഡൻസ് ആവശ്യമുള്ള പണിക്കാണ് പോകുന്നത് ഫിറഔൻ്റെ അടുത്തേക്കാണ്. നമ്മൾ പറയുന്നുണ്ട്, അത് തൊട്ടടുത്ത് ആയത്തിൽ അത് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുന്ന ഒരാൾക്ക് നല്ല കരുത്തുണ്ടാവണം, പേടിച്ചോടരുത്. ഏത് സന്ദർഭത്തെയും ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്തുണ്ടാവണം. അങ്ങനെയുള്ള കരുത്തിൻ്റെ കൂട്ടത്തിൽ പല കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ. അള്ളാഹു പറഞ്ഞു ഇത് വടി നിലത്തിടുക, അത് പാമ്പാണ്, അപ്പോൾ അതെടുക്കാൻ പറഞ്ഞു. ഖുദ്ഹ ലാ തഖഫ്, അതെടുക്കുക. വല തഖഫ്, നീ ഭയപ്പെടരുത്. സനുഈദുഹ സീറതഹൽ ഊല, പേടിക്കണ്ട. സനുഈദുഹ, അആദ യുഈദു എന്ന് പറഞ്ഞാൽ മടക്കി കൊണ്ടുവരിക, ആവർത്തിക്കുക. സനുഈദുഹ, ഞാൻ അതിനെ തിരിച്ചു കൊണ്ടുവരും. സീറതഹ, സീറത്ത് രൂപമാണ്, സീറതഹൽ ഊല, അതിൻ്റെ ആദ്യ രൂപത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. ആദ്യം വടിയായിരുന്നല്ലോ, ആ വടിയായിട്ട് തന്നെ കൊണ്ടുവരും, അതിലെടുക്കുക എന്ന് പറഞ്ഞു. സനുഈദുഹ സീറതഹൽ ഊല, അതാണ് ഒരു ആയത്ത്. പിന്നെ പറഞ്ഞു അത് അങ്ങനെ സംഭവിച്ചു, വടിയെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണേ, നിർജീവമായ ഒരു വടി, എത്രയോ ഉണങ്ങിയ ഒരു വടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുക. വച്ചപ്പൊന്നുമില്ല, ജീവൻ്റെ ഒരു അംശവുമില്ല. അത് നിലത്തിട്ടപ്പോൾ നന്നായിട്ട് ഇഴയുന്ന സർപ്പമായിട്ട് മാറി. സാധാരണയുള്ള മാജിക് ഒന്നും അല്ല, അത് വേറെ തെളിയിക്കുന്നുണ്ട്. അള്ളാഹു മൂസാ നബിയെ വെല്ലുവിളിച്ചിരുന്നു, ഫറോൻ ഇതൊക്കെ മാജിക്കാണ്. അതല്ല, മാജിക് അല്ല, ഇത് യാഥാർത്ഥ്യമാണ് ഈ പാമ്പ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട് വേറെ സന്ദർഭങ്ങൾ, അവിടേക്ക് നമ്മൾ വരും. അപ്പോൾ നിർജീവമായ ഒരു വസ്തുവിൽ നിന്ന് ജീവനെ അങ്ങനെ തന്നെ ഉണ്ടാക്കുക അള്ളാഹുവിന് കഴിയും. ജീവനുള്ള വസ്തുവെ വീണ്ടും അതേ നിർജീവാവസ്ഥയിലേക്ക് മടക്കുക, ഇതിന് അള്ളാഹുവിന് കഴിയും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നമ്മൾ ആരെയിന്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആലോചിച്ച് നോക്കുക, അതിൻ്റെ മുമ്പ് ആരെയിന്, ഇനി അത് ഭ്രൂണാവസ്ഥയിൽ നിന്ന് മുമ്പ് ആരെയിന്, ഒന്നും പറയാൻ കഴിയില്ല. ഒന്നും അല്ലല്ലോ നമ്മൾ. ഇപ്പം നമ്മൾ ജീവനുള്ള ആൾക്കാരാണെന്നുള്ള ഉഷാറാണ്, എപ്പോഴും നമ്മൾ ജീവനില്ലാത്ത ആൾക്കാരാവും. അങ്ങനെ ജീവനില്ലാത്ത ആൾക്കാരായിട്ട് തീർന്നു പോവില്ല, വീണ്ടും ജീവനുള്ളതാക്കി അള്ളാഹു മാറ്റും. ഇവിടെ വടി അതേപോലെ ആക്കുകയാണ് അള്ളാഹു. നിലത്തിട്, പാമ്പായി മാറി, അതെടുക്ക്, വടിയായിട്ട് മാറി. ഖുദ്ഹ വല തഖഫ് സനുഈദുഹ സീറതഹൽ ഊല വളുമും യദക ഇലാ ജനാഹിക് തഖ്റുജ് ബൈളാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റ. മറ്റൊരായത്ത് കൂടി അള്ളാഹു ഇവിടെ കൊടുക്കുകയാണ്. രണ്ടാമത് പറയാണ് വളുമും യദക, ലമ്മ ചേർത്ത് പിടിക്കുക. വളുമും യദക്, നിന്റെ കൈ നീ ചേർത്ത് അണച്ചു പിടിക്കുക. ഇലാ ജനാഹിക്, നിന്റെ കക്ഷത്തിലേക്ക്, നിന്റെ പാർശ്വ. ജനാഹ് എന്ന് പറഞ്ഞാൽ ഒരു ചിറകിന് പറയാം, ചിറക്, വിങ്സ്. ജനാഹിക്ക്, നിന്റെ കക്ഷത്തിലേക്ക് നിന്റെ കൈ ചേർത്ത് വെക്കുക. തഖ്റുജ്, ആ കൈ തഖ്റുജ് പുറത്തേക്ക് വരും. ബൈളാ, ബൈളാ എന്ന് പറഞ്ഞാൽ വെളുപ്പുള്ളതായിട്ട്, ശോഭിക്കുന്നതായിട്ട്, നല്ല തിളക്കമുള്ളതായിട്ട്. മിൻ ഗൈരി സൂഇൻ, വൃത്തികെട്ട തിളക്കല്ല. മിൻ ഗൈരി സൂഇൻ, മോശമായ രൂപത്തിലല്ലാതെ. ചില ആളുകളുടെ കൈ വെളുത്തിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തോ തരത്തിൽപ്പെട്ട ചർമ്മരോഗം ബാധിച്ചുകൊണ്ടായിരിക്കാം, പാണ്ഡുരോഗം പോലുള്ള രോഗങ്ങൾ. അങ്ങനെയല്ല ഇത്. മിൻ ഗൈരി സൂഇൻ, ആളുകൾക്ക് വളരെ മോശമായി തോന്നുന്ന രൂപത്തിലല്ല. മിൻ ഗൈരി സൂഇൻ, മോശമായ രൂപത്തിലല്ലാതെ നിന്റെ കൈ ശോഭിക്കുന്ന അവസ്ഥയിൽ നിനക്ക് പുറത്തു വരും.
ആയത്തൻ ഉഖ്റ, ഇത് മറ്റൊരു ആയത്താണ്. 2 ആയത്തുകൾ മൂസാ നബിക്ക് ഈ പ്രവാചകത്വം കൊടുത്ത അന്ന് തന്നെ കൊടുക്കുക. ഒന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ വടിയാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അങ്ങനെ അത് സംഭവിക്കും. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ അവയവമാണ്, മറ്റൊന്ന് വടിയാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായ കൈയാണ്. ആ കൈ കക്ഷത്തിലെടുത്തിട്ട് പുറത്തേക്ക് കാണിച്ചാൽ നന്നായിട്ട് വെട്ടിത്തിളങ്ങും, നല്ല പ്രകാശം. മിൻ ഗൈരി സൂഇൻ എന്ന് പ്രത്യേകം പറഞ്ഞു, മോശമായ രൂപത്തിലല്ല, മോശമായ രൂപത്തിലാവാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബൈബിളിലും അതുപോലെ തന്നെ തൽമൂദിലുമൊക്കെ ഇത് പാണ്ട് രോഗമായി ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ പാണ്ട് രോഗം എന്ന് പറഞ്ഞാൽ ആളുകൾ വെറുക്കുന്നൊരു രോഗമാണ്. അത് ആളുകൾക്ക് ഇഷ്ടമല്ല. പാണ്ട് പിടിച്ച ഒരാൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന എന്താ അർത്ഥമൊന്നുമില്ല, അതൊരു വൃത്തികേടാണ്. പക്ഷേ അതല്ല ഇവിടെ. അതാണ് ബിൻ ഗൈരി സൂഇൻ എന്ന് ഖുർആൻ പറഞ്ഞത്. ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലല്ല, പ്രകാശം, വമ്പിച്ച ഒരു പ്രകാശമായിട്ട്, ശോഭയായിട്ട് ഈ കൈ പുറത്തേക്ക് വരും. എന്നാ തഖ്റുജ് ബൈളാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റ. എന്നിട്ട് പറയാണ് ലിനുരിയക മിൻ ആയാത്തിനൽ കുബ്റ. ഇത് 2 ആയത്തായി. ഇനിതാ ലിനുരിയക, നിനക്ക് നാം കാണിക്കുവാൻ വേണ്ടിയിട്ട്. ലിനുരിയക അറാ എന്ന് പറഞ്ഞ വാക്കുന്നാണ്, കാണിച്ചു. ലിനുരിയക, നാം നിനക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. മിൻ ആയാത്തിന, നമ്മുടെ ആയത്തുകളിൽ നിന്ന്. അൽ കുബ്റ, വിപുലമായ മഹത്തായ ആയത്തുകളിൽ നിന്ന് നീയും കാണിക്കാൻ വേണ്ടി. 2 മാത്രമൊന്നുമല്ല, വേറെ കുറേ ഉണ്ട്, കുറേ ആയത്തുകൾ. ആ സമുദ്രം പിളർന്നു പോകുന്നത് ആലോചിച്ച് നോക്കുകൾ, കുറേ ഉണ്ട്. മിൻ ആയാത്തിനൽ കുബ്റ, നമ്മുടെ ആയത്തുകൾ ധാരാളം ഉണ്ട്. എന്ത് വിചാരിച്ചോ അതങ്ങനെ തന്നെ നടത്താൻ കഴിയുന്നവനാണ് അള്ളാഹു. അതൊക്കെ നിന്നെ കാണിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതിനു മുമ്പ് ഇതാ 2. എന്തിനാ ഇതൊക്കെ കാണിക്കുന്ന അറിയോ? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, നീ ഫിർഔന്റെ അടുത്തേക്കാണ് പോവേണ്ടത്. ഇദ്ഹബ്, നീ പോവുക. ഇലാ ഫിർഔൻ, ഫറോവയുടെ അടുത്തേക്ക്. ഇന്നഹു തഗാ, തീർച്ചയായിട്ടും അയാൾ തഗാ എന്ന് പറഞ്ഞാൽ പരിധി വിട്ടു, അതിക്രമകാരിയായിരിക്കുന്നു. ഒരു ലിമിറ്റും അയാൾക്കില്ല. അയാൾക്ക് ആരും ഒരു ബൗണ്ടറി വരച്ചിട്ടോ ഒരു ഭരണഘടന വെച്ചിട്ടോ ഒന്നുമില്ല. ഭരണഘടനക്കൊക്കെ അതീതമാണ് അയാൾ. ഒരു കോടതിയുടെ നിയമത്തിന് അയാൾ വിധേയനല്ല. അതാണ് തൊക. ഒരു പരിധിയുമില്ല അയാൾ, എല്ലാത്തിനെയും അതിജയിക്കുക അയാൾ. അതുകൊണ്ടല്ലേ പറഞ്ഞത് അന റബ്ബുക്കുമുൽ ആല. അതിനേക്കാൾ വലിയ വർത്താനം എന്താ പറയുന്നത്? നിങ്ങൾ ഏറ്റവും വലിയ റബ്ബ് ഞാനാ. ഇവിടെയുള്ള സകലമാന ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്തും സമ്പത്തും അതിലെല്ലാം സുഖസൗകര്യം എൻ്റെ കാൽ കീഴിലാണ്. ഞാൻ പറയുന്നത് പോലെ ജീവിക്കുക. അയാളുടെ പ്രതിമകൾ, രൂപങ്ങളൊക്കെ ആ ഈജിപ്തിൽ ഉണ്ടാക്കപ്പെട്ട് പൂജകൾ നടത്തിയിരുന്നൊക്കെ കാണാൻ കഴിയും ചരിത്രത്തിൽ. അപ്പോൾ ഫിറോവിന് എൻ്റെ അടുത്തേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് മനക്കരുത്തുണ്ടാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഫിറോവിൻ്റെ അടുത്തേക്ക് പോകാന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ, മൂസാ നബിയാണ് പോകുന്നത്. ആരാ മൂസാ നബി എന്ന് വെച്ചാൽ ബനൂ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹം ശരിക്ക് ജനിച്ചന്ന് തന്നെ കൊല്ലപ്പെടേണ്ട ആളായിരുന്നു, മറന്നു പോരുത്. പക്ഷെ അദ്ദേഹത്തെ ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഉമ്മ ഒരു പെട്ടിയിലാക്കി ആ നദിയിലൊഴുക്കി. അങ്ങനെ അത് കൊട്ടാരത്തിൽ വളരുകയാണ്. ഫിറൗന്റെ പത്നി ഇദ്ദേഹത്തെ പ്രത്യേകം പരിചരിച്ച് വളർത്തുന്നുണ്ട്. നല്ലവരായിരുന്നു അവർ, വളർത്തുന്നുണ്ട്. അങ്ങനെ അവ കൊട്ടാരത്തിൽ വളർന്നിട്ടുണ്ട്. കൊട്ടാരത്തിൽ വളരുന്ന മൂസാ നബി ഈ മനുഷ്യൻ്റെ സകലമാന ക്രൂരതകൾക്കും സാക്ഷിയാണ്. ഫിറൗന്റെ എത്രയോ ആളുകളെ കൊല്ലുന്നത്, പിന്നെ അന്യായമായിട്ട് അതിക്രമപരമായിട്ട് രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും ബനൂ ഇസ്രായേലിനോട് പെരുമാറി നിരന്തരം കണ്ട ആളാണ് മൂസ. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രൂരത ശരിക്കറിയാം. രണ്ടാമത്തെ അത് മാത്രമല്ല, ഇദ്ദേഹം എന്താ ഈജിപ്ത് വിട്ട് മദിയനിലേക്ക് പോയത്? ഒരു കൊലപാതകത്തിൽ അല്ലേ? അദ്ദേഹം സ്വമേധയാ ചെയ്യല്ലത്, അങ്ങനെ സംഭവിച്ചു പോവുക. ആ ഒരു തർക്കത്തിൽ ഇടപെട്ടിട്ട് ഒരു കൊലപാതകത്തിൽ കുടുങ്ങുന്നുണ്ട് അദ്ദേഹം. അവിടെ നിന്ന് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടി പോവുകയാണ് മൂസാ നബി അങ്ങോട്ട്. അതാണ് തിരിച്ചു വരുന്നത്. 2 സംഗതിയുണ്ട്. എന്നിട്ട് ഇപ്പോൾ അള്ളാഹു പറയാണ് ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. ഭയങ്കരമായൊരു സംഗതിയാണ്. ആലോചിച്ച് നോക്കണം, എത്രമാത്രം മനക്കരുത്ത് വേണ്ടിയിരുന്നു. മൂസാ നബിയോട് പറയാം, നീ പോവുക, ഫിർഔന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ഈജിപ്തിലേക്ക് പോയിട്ട് പ്രബോധനം നടത്തുന്നു എന്നല്ല പറയുന്നത്, കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. അവിടുത്തെ അടുക്കാണ് പോകേണ്ടത്. തീർച്ചയായിട്ടും അവൻ അതിക്രമകാരിയായിരിക്കുന്നു എന്നാണ് ഇവിടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു മൂസാ നബിയുമായി നടത്തുന്ന സംഭാഷണമാണ് തുടങ്ങിയത്. അനഖ്തർതുക ഫസ്തമി ലിമാ യൂഹ, ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു,
പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലെങ്കിൽ വഹി നൽകപ്പെടുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു തൗഹീദാണ്. ലാ ഇലാഹ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വ അഖിമിസ് സ്വലാത ലിദിക്രി ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. തൗഹീദ് പറഞ്ഞു, ആഖിറത്ത് പറഞ്ഞു, ഇബാദത്ത് സ്വലാത്ത് ഒക്കെ പറഞ്ഞു. എന്നിട്ട് മൂസാ നബിയോട് സംസാരിക്കുന്നുണ്ട് അതിന് കരുത്ത് പകരാൻ. ഇതാണ് വഹീദ. ഇനി നിനക്ക് ശക്തി പകരുന്ന 2 ആയത്തുകൾ. ആ 2 ആയത്തുകൾ, ഒന്ന് ഈ നിൻ്റെ കയ്യിലുള്ള നീ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വടി തന്നെ, ഇത് നിനക്കറിയുന്ന ഈ ഉപയോഗങ്ങളാണ് നീ പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ കുത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട്, അത് പിന്നെ ഈ ആടുകൾക്ക് ഇല പൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊന്നും അല്ല, നീ അറിയാത്ത പലതും ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. അത് നിലത്തിട്, അത് പാമ്പായി മാറുന്നു. ഒരു ഭയങ്കരമായ ദൃഷ്ടാന്തം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൈ തന്നെ, ശരീരത്തിൻ്റെ ഒരു അവയവം തന്നെ കക്ഷത്തെടുത്തിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, കക്ഷത്ത് വെച്ചിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്രക്ഷോഭിക്കുന്നു. ഈ 2 ആയത്തുകൾ. കാരണം ഇത് നിനക്കുള്ള ഒരു കരുത്താണ്. നിന്നെ പല രൂപത്തിൽ ആളുകൾ നേരിടുന്ന സന്ദർഭത്തിൽ അവരുടെ മുമ്പാകെ തെളിയിച്ച് കാണിക്കാൻ, പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകുന്ന മുഅ്ജിസത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞേക്കാണ്. ബാക്കി ഫിർഔനുമായുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. റഹ്മാൻ റബ്ബ് നമ്മുടെ ഈ പരിശ്രമം വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള, അത് പകർത്തുവാനൊക്കെ വേണ്ടിയുള്ള നമ്മുടെ ശ്രമത്തെ വിജയിപ്പിക്കുമാറാവട്ടെ. പടച്ചറബേ, ഞങ്ങളുടെ അടുത്ത് വന്നു പോകുന്ന ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ശരിയായ രൂപത്തിൽ അത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, നിൻ്റെ സന്നിധിയിൽ ഹാജരാവുന്ന സന്ദർഭത്തിൽ ഒരാളും സഹായിക്കാനില്ലാത്ത നേരത്ത് ഖുർആനിൻ്റെ ആയത്തുകൾ ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശകരായി നീ കൊണ്ടുവരണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, പലരും ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗികളായ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒരു സഹോദരി അവരുടെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, ആ സഹോദരിയുടെ ഉമ്മക്ക് പൂർണ്ണമായ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അതുപോലെ രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആശ്വാസം നൽകണമേ നാഥ. അവരുടെ രോഗങ്ങളൊക്കെ പൂർണ്ണമായും ശിഫയാക്കി നീ അനുഗ്രഹിക്കണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്കും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. ഞങ്ങളിൽ പലരുടെയും ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, ഇണകൾ, മക്കളൊക്കെ ഉണ്ട്. പടസർബേ, അവരുടെയൊക്കെ ബർസഖിയ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, ഖബറിലെല്ലാ അദാബുകളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ നാഥ. ദുനിയാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ നാഥ. അവരുടെ ദോഷങ്ങളൊക്കെ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ മക്കൾ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന മാതൃക കുടുംബജീവിതം നയിക്കുവാൻ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ ഗസയിൽ കടുത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത പോരാട്ടത്തിലാണ് അവർ. പ്രയാസം എന്ന് പറയാൻ കഴിയില്ല, അവർ സ്വന്തം ജനിച്ച നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അവർ മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. റഹ്മാൻ റബ്ബേ, നീ മാത്രമാണ് അവരുടെ തുണ. അള്ളാഹുവെ, കാരുണ്യവാനായ നാഥ, പ്രപഞ്ചനാഥ, നീ അവരെ അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ ഈ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ നാഥ. അവർക്ക് വിജയം നൽകി, സബർ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, എല്ലാവിധത്തിലുള്ള പരാജയങ്ങളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. അവരെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ശത്രുക്കൾ നടത്തിക്കൊടുക്കുന്ന എല്ലാ ശ്രമങ്ങളെയും നീ പാഴാക്കി കളയണമേ നാഥ. അള്ളാഹുവെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ, നീതിമാന്മാരായ നല്ല ഭരണാധികാരികൾ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. മർദ്ദകരായ ഭരണകൂടങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറേ ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കുന്നുണ്ട്. നേരത്തെ ഇവിടുന്ന് പറഞ്ഞു പോയവരും ഇനിയും പോകാനിരിക്കുന്ന ആളുകളൊക്കെ ധാരാളമുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ, മബ്രൂറായ രൂപത്തിൽ, നീ സ്വീകരിക്കുന്ന രൂപത്തിൽ നല്ല ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ തൗഫീക്ക് നൽകണമേ നാഥ. അതിനുള്ള ആരോഗ്യം നൽകണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ
വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.